ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ശ്രീജൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. കുറേ നാളുകളിന് ശേഷം എനിക്കൊന്ന് ഏകദേശം ഒരു 3 മാസം ആവാറായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്. കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നേ, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കുറച്ച് പേഴ്സണൽ തിരക്കുകളുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം കൂടായി കുറച്ചൊന്ന് വീഡിയോസ് ഇടാൻ പറ്റാതെ വന്നു. പറ്റാതെ ആയി കഴിഞ്ഞു. പിന്നെ അതിങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭയങ്കരമായിട്ട് മടി പിടിച്ചു പോയേ. വേണ്ട എന്നുള്ളൊരു തോന്നലിലേക്ക് അങ്ങോട്ട് മാറി. പിന്നെ തീരെ വീഡിയോസ് എടുക്കാതെയായി. അതുപോലെ തന്നെ അതിനുള്ള ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാതെയായിട്ടോ. അങ്ങനെയാണ് ഇത്രയും ലോങ് ഗ്യാപ്പ് വന്നത്. അപ്പോൾ വിചാരിച്ചു വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. വെറുതെ ഇരിക്കുകയല്ലേ നമ്മളിങ്ങനെ. വെറുതെ ഇരിക്കുമ്പോൾ നമുക്കതൊരു മനസ്സിനൊരു എൻഗേജ്മെൻ്റ് ആണത്. വേറെ ഒന്നിലോട്ടും നമ്മളെ മനസ്സ് പോവാതെ, അതല്ലെങ്കിൽ നമ്മൾ കിടന്നും ഉറങ്ങിയും, അല്ലെങ്കിൽ ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് ബുക്സൊക്കെ വായിച്ചു കേട്ടോ. അതാണ് ഇപ്പം മെയിൻ ഹോബി എന്ന് പറയുന്നത്, വായിക്കുക. പിന്നെ കുറച്ച് സമയം എവിടെയെങ്കിലും കിടക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ വേണ്ട, വീണ്ടും നമ്മുടെ ചാനലുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ചാനൽ മോണിറ്റൈസ്ഡ് ആയതും അതിൽ നിന്ന് കുറച്ച് പ്രാവശ്യമെങ്കിലും ഇത് റവന്യൂ ഒക്കെ കിട്ടിയതും ഒക്കെ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഡോളർ എന്തായാലും നമുക്ക് കയറുമല്ലോ. ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും നമ്മൾ വീഡിയോസ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും നമുക്ക് കയറും. ഇടുമ്പം കുറച്ചും കൂടെ ഫാസ്റ്റ് ആവും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ മുമ്പേ ചെയ്ത വീഡിയോസിലൊക്കെ വ്യൂസ് കയറുമ്പോൾ അതിൻ്റേതായ ഡോളർ കയറുമല്ലോ. അപ്പോൾ അതുമെല്ലാം കണ്ടപ്പോൾ വിചാരിച്ച് സത്യമായിട്ടും വീഡിയോ വീണ്ടും ഇടാന്ന് കേട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഏറെ നാളുകൾക്ക് ശേഷം വീഡിയോ തുടങ്ങുന്നതായതുകൊണ്ട് ഒരു ഇൻട്രോ ഇതുപോലെ ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇന്നിപ്പോൾ ഒന്നുമില്ല, ഇന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് മറന്നു പോയിട്ടുണ്ടാവും. അപ്പം മറന്നുപോയവരൊക്കെ ഒന്ന് ചാനലിലേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തിരിച്ചു വരിക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതായത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം കാരണം ഒരു ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ കുറച്ച് പൊള്ളലേറ്റു. തിളച്ച എണ്ണ വീണിട്ട് കുറച്ച് പൊള്ളലേറ്റു. അപ്പോൾ എനിക്ക് കൈയെല്ലാം ഭയങ്കര പ്രശ്നമായി. അപ്പം ആ പ്രശ്നമായ സമയത്താണ് വീഡിയോ സ്റ്റോപ്പായത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ വേദനയും അറിയാമല്ലോ, ഒരു ശകലം പൊള്ളിയാൽ പോലും നമുക്ക് നല്ല വേദനയല്ലേ. അപ്പോൾ ഇത് ഇത്തിരി കൂടുതലൊക്കെ ആയപ്പോൾ എനിക്കങ്ങ് വല്ലാതെ ഇറിറ്റേഷനും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഇടുന്നത് സ്റ്റോപ്പായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൈകൊണ്ട് മെസ്സേജ് ടൈപ്പ് ചെയ്യാനോ അങ്ങനെ ഒന്നും പറ്റില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി പേരുടെ വീഡിയോസ് എനിക്ക് ഇഷ്ടമുള്ള ആളുകളുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. കാരണം അല്ലാതെ നമുക്ക് വേറെ ഒരുപാട് ടൈം ഉണ്ടല്ലോ. പക്ഷേ എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഈ കൈ റൈറ്റ് ആണ് പറ്റിയിരുന്നത്, അതായത് വലത് കൈ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കൈയാണ് പറ്റിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ കണ്ടുപോകാമെന്നല്ലാതെ ടൈപ്പ് കമൻസ് ഒന്നും ഇടാറില്ല. ഇപ്പോൾ ഈ ഇടയ്ക്കാണ്, അതും ഞാൻ എല്ലാവരുടെ വീഡിയോസിനൊന്നും കമൻറ്റ് ഇടാറില്ല, കണ്ടിട്ട് പോകും. അത്യാവശ്യം വേണ്ട ആളുടെ വീഡിയോസിന് മാത്രം കമൻറ്റ് ഇട്ടിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഞാൻ എപ്പോഴും പറയാറ്, ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഞാൻ എന്തോ കാര്യമായ അസുഖങ്ങളുള്ള ആളാണെന്ന്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. പൊള്ളലായിരുന്നു മെയിൻ ഇപ്രാവശ്യം. നല്ല തിളച്ച എണ്ണ വീണിട്ട് അങ്ങ് കൈ നന്നായി, കൈ പൊള്ളിയപ്പോൾ തന്നെ ഞാൻ ആ വേദനയിൽ ഞാൻ അങ്ങ് കൈ അങ്ങ് തട്ടിയപ്പോൾ അതങ്ങ് വല്ലാണ്ട് അങ്ങ് സ്പ്രെഡായിപ്പോയി. അങ്ങനെയാണ് കേട്ടോ. അവിടെയൊക്കെ ഉണ്ടായിരുന്നു, എല്ലായിടും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ പാടുകളായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പോഴും വലിയ പാടായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാർ മറന്നു പോയിട്ടില്ലാത്തവരൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്. അപ്പോൾ അതും ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സംസാരം മാത്രമേ നടന്നുള്ളൂ, ജോലി നടന്നില്ല. ഇത് ഞാൻ ഇന്നലെ എൻ്റെ ചേട്ടൻ എനിക്ക് ഇട്ട് തന്ന നല്ല അടിപൊളി മാങ്ങാച്ചാറാണ് കേട്ടോ. ഒരു സൂപ്പർ ടേസ്റ്റാണേ, ഉണ്ടോ. അപ്പോൾ അത് ഏറ്റവും ഒരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇന്നലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ചില്ല് കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റോർ ചെയ്യാമല്ലോ. നല്ല അച്ചാർ. ഇത് അധികം സ്റ്റോർ ചെയ്യാനൊന്നും ഉണ്ടാവില്ല, അത്രയും പെട്ടെന്ന് തിന്ന് തീർക്കും എല്ലാവരും, അത്രയും ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല നല്ല ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ ഇടുന്നതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് ചേട്ടൻ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാനത് വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞ പോലെ തന്നെ
സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പം ഞാനിതെല്ലാം ഇതിലൊന്ന് ഒക്കെ ആക്കി വെക്കട്ടെ. കാരണം നമ്മൾ പുറത്തധികം നേരം വെക്കണം. ഒരു ഒത്തിരി എണ്ണയിലൊന്നും ഉണ്ടാക്കിയതല്ല കേട്ടോ, നമുക്ക് വിൽപ്പനയൊന്നും അല്ലല്ലോ, നമുക്ക് കഴിക്കാനല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണ ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ദൂരോട്ടൊക്കെ കൊടുത്തു വിടാനൊക്കെ ആണെങ്കിലാണ് നമ്മൾ കൂടുതൽ കുറേ നാൾ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഒരുപാട് എണ്ണ വയ്ക്കുന്നത്. കണ്ടില്ലേ എന്തൊരു മണമാണെന്നറിയോ ഇങ്ങനെ കോരി എടുക്കുമ്പോൾ തന്നെ. അപ്പം ഞാനിതൊക്കെ ഒന്ന് കുപ്പിയിലൊക്കെ ആക്കി വെക്കട്ടെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.